ഹലോ, നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് എങ്ങനെ ചെയ്യാം. ഫേസ്ബുക്കിൽ ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ആഡ്സ് മാനേജർ .facebook.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത്. നിങ്ങൾ ആദ്യം ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യണം. നിങ്ങൾ പേഴ്സണൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് ID ലോഗിൻ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ adsmanager.facebook.com അടിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ adsmanager.facebook.com അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ഓൾറെഡി ഫേസ്ബുക്ക് ലോഗിൻ ചെയ്ത് വെച്ചുകൊണ്ട് എനിക്കിവിടെ ആഡ്സ് മാനേജർ ഓപ്പൺ ആയി വന്നു. നിങ്ങൾക്ക് ഓൾറെഡി ആഡ്സ് മാനേജർ ഇല്ലാന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സും കൂടി ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് പ്രോസസ്സ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആഡ്സ് മാനേജർ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അത് സിമ്പിൾ സ്റ്റെപ്പാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഞാൻ ഇതിൽ കമൻറ്റ് ഇട്ടേക്കാം ഇതിന് താഴെ. അപ്പോൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഡ്സ് മാനേജർ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് അതിലുണ്ടാവും. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഇത് ആഡ്സ് മാനേജർ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആഡ്സ് മാനേജർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് മെറ്റയുടെ ലോഗോ ആണ്. അതിന് താഴെ ആരാണോ യൂസർ, ആ യൂസർ ചിലപ്പോൾ ബിസിനസ് മാനേജർ ആവാം അല്ലെങ്കിൽ ആ പേഴ്സൺ ആവാം, അതായിരിക്കും ഇവിടെ വരുന്നത്. അതിന് താഴെ അക്കൗണ്ട് ഓവർവ്യൂ ആണ്. അക്കൗണ്ട് ഓവർവ്യൂവിൽ ലാസ്റ്റ് 7 ഡേയ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ, അതിന്റെ റിസൾട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നോർമലി ഇതിൽ വരിക. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പയിൻസ് ആണ്. നമ്മൾ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ ഒക്കെ ആയിരിക്കും ഇതിൽ വരുന്നത്. ഇതൊരു പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട്, പുതിയ അക്കൗണ്ട് നല്ല ഇതിൽ പരസ്യം ചെയ്യാത്ത ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിൽ അധികം പരസ്യങ്ങളൊന്നുമില്ല. ഞാനൊരു ഡെമോ കാണിക്കാൻ വേണ്ടി ഒരു അക്കൗണ്ട് എടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആഡ്സ് റിപ്പോർട്ടിംഗ് ആണ്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ആഡ്സിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ട് പോകാത്ത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്യാമ്പയിൻസിലേക്ക് കൂടുതൽ നോക്കുന്നതുകൊണ്ടാണ് ഇതിന് പോകാത്തത്. ഇവിടെ നമുക്ക് ഓഡിയൻസിനെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓഡിയൻസിനെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇതിലിപ്പോൾ ഓഡിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ സേവ് ആയിട്ടില്ല. ഓഡിയൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യാമെന്നും കൂടി ഞാൻ ആ ക്യാമ്പയിനിൽ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സ് ആണ്. ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സിലാണ് നമ്മൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പേയ്മെന്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ കാണാം ആഡ് പേയ്മെന്റ് മെത്തേഡ്. ഞാൻ ആഡ് പേയ്മെന്റ് മെത്തേഡ് കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് കാണിച്ചിരിക്കുന്നത്. അതിന് താഴെ UPI, അതേപോലെ Paytm, നെറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ഇത് ഒരു പഴയ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇതിൽ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് മാത്രം കാണിക്കുന്നത്. ഇപ്പോൾ പുതിയ വരുന്ന എല്ലാ അക്കൗണ്ടുകളിലും UPI, അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ അഡ്വർടൈസിങ് സെറ്റിംഗ്സ്, ഓൾ ടൂൾസ്, ഇതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിലേക്ക് പോവാം. ഞാൻ നേരെ ക്യാമ്പയിനിലേക്ക് പോവാണ്. നമുക്ക് പരസ്യം ചെയ്യുന്നതിലേക്ക് പോവാണ്. അപ്പോൾ ഇതില് നമുക്ക് ഈ ഡാഷ്ബോർഡ് ഒന്ന് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ആഡ് അക്കൗണ്ട് ID എന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ പല ആഡ് അക്കൗണ്ട് ID നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനതിൽ ഒരു ടെസ്റ്റ് ആഡ് അക്കൗണ്ട് ID ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് മൾട്ടിപ്പിൾ ആഡ് അക്കൗണ്ട് ആയിട്ട് സ്വിച്ച് ചെയ്യാം. നമ്മൾ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പരസ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ്. അതിലേക്കാണ് നമ്മൾ എമൗണ്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പൊ സാധാരണ ഇപ്പം ഞങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പല അക്കൗണ്ടുകൾ അതിലുണ്ടാവും. ഓരോ ക്ലയന്റിനും ഓരോ അക്കൗണ്ട് ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു കമ്പനിയാണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആഡ് അക്കൗണ്ട് മതിയാവും. ആഡ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്തതിനു ശേഷം ഞാൻ നേരത്തെ കാണിച്ച പോലെ ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സിൽ പോവുക. ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആഡ് അക്കൗണ്ട് സെലക്ടഡ് ആയിരിക്കും. ഇവിടെ ആഡ് പേയ്മെന്റ് മെത്തേഡ് കൊടുക്കുക. UPI ഏതാണോ പേയ്മെന്റ് മെത്തേഡ് വരുന്നത് അത് ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് കൊടുക്കുക. അത് നോർമലി നമ്മൾ ഇ-കോമേഴ്സിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പേയ്മെന്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോവുകയാണെങ്കിൽ നമുക്ക് താഴെ ബിസിനസ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബിസിനസ് ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് നമ്മുടെ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കമ്പനിയുടെ പേര്, കാര്യങ്ങൾ, അതേപോലെ GST നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ GST ബില്ല് നമുക്കിവിടെ കിട്ടും. നമുക്ക് GST ബില്ല് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ക്യാമ്പയിനിലേക്ക് പോകുമ്പോൾ ക്യാമ്പയിനിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് നമ്മുടെ ആഡ് അക്കൗണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ചെയ്തിരിക്കുന്ന പരസ്യത്തിന്റെ ഒരു ഫോർകാസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഫോർകാസ്റ്റിൽ നമുക്ക് റിപ്പോർട്ട്സ് അറിയാൻ പറ്റും. നമുക്ക് ടുഡേ ഇന്ന് എത്ര സ്പെൻഡായി, അതേപോലെ തന്നെ ഇന്നലെ എത്ര സ്പെൻഡായി, അങ്ങനെ ലാസ്റ്റ് 30 ഡേയ്സിൽ എങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് ഏത് ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ 3 ലെവലാണ് നമുക്ക്. ഇത് ക്യാമ്പയിൻസിലേക്ക് വരുവാണെങ്കിൽ 3 ലെവലാണുള്ളത്. ഒന്ന് ക്യാമ്പയിൻസ്, രണ്ടാമത് ആഡ് സെറ്റ്, മൂന്നാമത് ആഡ്. ഇതിൽ ക്യാമ്പയിൻ ലെവലിലാണ് നമ്മൾ ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. ഏത് ടൈപ്പ് ക്യാമ്പയിൻ ആണ് റൺ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതേപോലെ ആഡ് സെറ്റ് ലെവലിൽ നമ്മൾ ചെയ്യുന്നത് നോർമലി നമ്മൾ ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യും, അതേപോലെ ബഡ്ജറ്റ് അവിടെ ഡിഫൈൻ ചെയ്യും, പ്ലേസ്മെന്റ്, അതായത് ഫേസ്ബുക്കിലൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ പരസ്യം വേണമെന്നുള്ളതാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ആഡ്സിലാണെങ്കിൽ അതിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ പ്യൂർലി നമ്മൾ ക്രിയേറ്റീവ്സ് അപ്ലോഡ് ചെയ്ത് ഒരു ആഡ്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാമ്പയിൻ ലെവലിൽ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഞാൻ ക്രിയേറ്റ് ആഡ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ക്രിയേറ്റ് ആഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വേറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഡീഫോൾട്ടായിട്ട് ഓപ്ഷൻ ആണുള്ളത്, നമുക്ക് ഓപ്ഷൻ മാത്രം മതി, നമ്മൾ വേറെ ഒന്നിലേക്കും പോകണ്ട. ഇവിടെ നമുക്ക് പല ടൈപ്പ് ക്യാമ്പയിൻസ് ഉണ്ട്. അവയർനെസ് ക്യാമ്പയിൻ ഉണ്ട്, ട്രാഫിക് ക്യാമ്പയിൻ ഉണ്ട്, എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഉണ്ട്, ലീഡ്സ് ഉണ്ട്, ആപ്പ് പ്രൊമോഷൻ ഉണ്ട്, സെയിൽസ് ഉണ്ട്. നമ്മൾ അവയർനെസ്സിലേക്ക് പോകുന്നില്ല. നമ്മൾ നോർമലി നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്കും, ഇപ്പോൾ ഒരു ബ്രാൻഡ് നമ്മൾ ഒരു ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വീഡിയോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ വീഡിയോ നമ്മൾ കുറേ ആൾക്കാരിലേക്ക് കുറേ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ലാൻഡിംഗ് പേജ് ഉണ്ട്, അത് ഒരുപാട് പേര് കാണണമെന്നുണ്ടെങ്കിലോ വെച്ചാൽ ഒരു അവയർനെസ് ആണ്. നമ്മുടെ ഒരു ബ്രാൻഡിനെ കുറിച്ച് ആൾക്കാരിലേക്ക് ഒരു അവയർനെസ് എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിനാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. ട്രാഫിക് ആണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു ലാൻഡിംഗ് പേജ് ഉണ്ട്. ആ ലാൻഡിംഗ് പേജിലേക്ക് ട്രാഫിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിലും ഇത് ഈ പറയുന്ന പോലെ ട്രാഫിക് ക്യാമ്പയിൻസ് ചെയ്യാറുണ്ട്. നമുക്ക് ലാൻഡിംഗ് പേജോ അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും പ്രൊഫൈലിലേക്ക് നമുക്ക് വിസിറ്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ട്രാഫിക് ക്യാമ്പയിൻ യൂസ് ചെയ്യുന്നത്. എൻഗേജ്മെന്റ് ക്യാമ്പയിൻ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ഈ ഇന്ററാക്ഷൻ നടക്കുന്ന ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ആണ്. ഇന്ററാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് അവിടെ അതിന് താഴെ കമന്റ്സ് വന്നു, അല്ലെങ്കിൽ ആ വീഡിയോ കൂടുതൽ ഷെയർ പോയി, ഇല്ലെങ്കിൽ നമുക്ക് ഒരു പോസ്റ്റിന്റെ അടിയിൽ കമന്റ് വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് എൻഗേജ്മെന്റ് ഇത് പറയുന്ന പോലെ തന്നെ നമ്മൾ വ്യൂവറുമായിട്ടുള്ള എൻഗേജ്മെന്റ് അല്ലെങ്കിൽ യൂസറുമായിട്ടുള്ള എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻഗേജ്മെന്റ് ക്യാമ്പയിൻസ് യൂസ് ചെയ്യുന്നത്. ആപ്പ് പ്രൊമോഷൻ നമ്മുടെ സാധാരണ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ്, അതായത് മൊബൈൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ആപ്പ് പ്രൊമോഷൻ യൂസ് ചെയ്യാറ്. പിന്നെ സെയിൽസ് എന്ന് വെച്ചാൽ നമുക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് പോലെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് നമുക്ക് സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിൽസ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ യൂസ് ചെയ്യുന്നത്. ലീഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ പ്യൂർലി കസ്റ്റമറുടെ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇതാണ്. ഇത് നമുക്ക് കോളായിട്ട് നമുക്ക് ലീഡ് കളക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പോ അല്ലെങ്കിൽ മെസ്സേജോ ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോമിലേക്ക് യൂസറിന്റെ ഡേറ്റ എൻറ്റർ ചെയ്യിപ്പിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ലീഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ലീഡ് ആഡ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. ഞാൻ ഓരോ ക്യാമ്പയിനും ഞാൻ കാണിച്ചാറ്. ഇപ്പോൾ ഞാൻ ലീഡ് ആഡാണ് ഞാൻ സെറ്റപ്പ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് ഇവിടെ 2 ടൈപ്പ് സെറ്റപ്പാണ് പറയുന്നത്. ഇവിടെ ഒന്ന് റെക്കമെൻഡഡ് സെറ്റിങ്സും മാനുവൽ ലീഡ് ക്യാമ്പയിനുമാണ്. നമുക്ക് രണ്ട് ടൈപ്പും നല്ലതാണ്. എപ്പോഴും നമ്മളൊരു ബിഗിനേഴ്സ് ആവുമ്പോൾ നമ്മളെപ്പോഴും ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും അതേപോലെ ഈ ആഡ്സിലേക്കും നമുക്ക് പുതിയതാണെങ്കിൽ നമ്മളെപ്പോഴും മാനുവൽ ക്യാമ്പയിനിലേക്കായിരിക്കും പോകേണ്ടത്. റെക്കമെൻഡഡ് സെറ്റിങ്സിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിന്റെ AI തന്നെയാണ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ആർക്ക് ഏത് ഓഡിയൻസിനാണ് കാണിക്കേണ്ടത്, ഏത് ഏജ് ഗ്രൂപ്പാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റയുടെ AI തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാനുവൽ ലീഡ് ക്യാമ്പയിനിലേക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ചിലപ്പോൾ പുതിയ പേജ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ പേജ് പഴയതാണെങ്കിൽ പോലും നമ്മൾ പേജ് കറക്റ്റായിട്ട് എല്ലാ ഡേറ്റയും അതിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പേജിൽ എന്തൊക്കെ ഫീൽഡുകൾ ഫേസ്ബുക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡിങ് നമ്മുടെ കീവേഡ്സ്, പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെറ്റയുടെ AIക്ക് അല്ലെങ്കിൽ മെറ്റയ്ക്ക് മനസ്സിലാവുള്ളൂ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാവണം,
എന്നതിനെ കുറിച്ചൊക്കെ മെറ്റയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പ്രീവിയസ്ലി നമ്മൾ റൺ ചെയ്തിട്ടുള്ള ആഡ്സ്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ റെക്കമെൻഡ് സെറ്റിംഗ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ്ലി ആഡ്സ് ഒന്നും റൺ ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ നമ്മുടെ പേജ് പുതിയതാണ്, നമ്മുടെ പേജിൽ അധികം പോസ്റ്റുകൾ വന്നിട്ടില്ല, പിന്നെ അതേപോലെ പേജിൽ നമ്മൾ ഇൻഫർമേഷൻസ് കൂടുതലായിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മാനുവൽ ലീഡ് ക്യാമ്പയിനിലേക്കാണ് പോകേണ്ടത്. ഞാൻ എപ്പോഴും മാനുവൽ ലീഡ് ക്യാമ്പയിനാണ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നാളെ ചിലപ്പോൾ അത് മാറിയേക്കാം, കാരണം മെറ്റയുടെ എ ഒക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ കൂടി അതിന് വ്യക്തത കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാനുവൽ ലീഡ്സ് ക്യാമ്പയിനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ക്യാമ്പയിൻ്റെ മുകളിൽ നമുക്ക് ഫുൾ കൺട്രോൾ, നമ്മളാണ് ക്യാമ്പയിനിൽ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പ്രൊഫൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബയോ ആയിക്കോട്ടെ, അത് അവിടെ ചോദിച്ചിരിക്കുന്ന എല്ലാം ഇൻക്ലൂഡിങ് ലൊക്കേഷൻ മാപ്പ്, നമ്മുടെ വെബ്സൈറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വെബ്സൈറ്റ് ഒക്കെ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റയുടെ AI നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യും, വെബ്സൈറ്റിലെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരുപാട് ബാക്ക് ആൻഡ് ആക്ടിവിറ്റീസ് ഇതിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പേജ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ ഞാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുവാണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോയി ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് ക്യാമ്പയിൻ ലെവൽ, ഇതാണ് ആഡ് സെറ്റ് ലെവൽ, ഇതാണ് ആഡ് ലെവൽ. അപ്പൊ ഇപ്പോൾ ഈ ബ്ലൂ സെലക്ട് ആയിരിക്കുന്ന ക്യാമ്പയിൻ ലെവലാണ്. അപ്പൊ ഇവിടെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ക്യാമ്പയിൻ ലെവൽ ഏതാണ്, ആഡ് സെറ്റ് ലെവൽ ഏതാണ്, ആഡ് ലെവൽ ഏതാണെന്ന്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ലീഡ് ക്യാമ്പയിൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണെന്ന് വിചാരിച്ചുള്ളൂ. അപ്പൊ ഞാനൊരു ലീഡ് ജനറേഷൻ ആഡ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഞാൻ ലീഡ്സ് ഇടാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവയർനെസ് ക്യാമ്പയിൻ ഉണ്ട്, എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഉണ്ട്, സെയിൽസ് ക്യാമ്പയിൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് ക്യാമ്പയിൻ ആദ്യമേ ഏതാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ലീഡ്സ് കിട്ടും. അത് കഴിഞ്ഞ് എന്തിനു വേണ്ടിയിട്ടുള്ള ലീഡ്സ് എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് പോകുന്നത്. അപ്പൊ ഞാൻ വെബ്സൈറ്റ് ഡിസൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ക്ലയന്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാമ്പയിൻ റൺ ചെയ്യാൻ പോവാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആഡ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലീഡ് ആഡ് റൺ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ ഡേറ്റും കൂടി ഇടുവാണ്. ഡേറ്റ് ഇന്നത്തെ ഒരു ഡേറ്റ് 1. അപ്പൊ ഇങ്ങനൊരു ഡേറ്റ് കൂടി നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വേറെ കൂടുതൽ എവിടെയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നേരെ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അപ്പൊ നമ്മൾ ആഡ് സെറ്റ് ലെവലിലേക്ക് വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആഡ് സെറ്റ് ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇത് ബ്ലൂ ആയിട്ട് സെലക്ട് ആയി കിടക്കുന്നത്. അപ്പൊ നമുക്കൊരു ക്യാമ്പയിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ആഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ആഡ് സെറ്റ് ലെവലിൽ ഞാൻ ആഡ് സെറ്റിന് പേര് കൊടുക്കുന്നത്, ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഞാൻ ക്യാമ്പയിൻ നെയിം കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ടാവാം, SEOയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ റൺ ചെയ്യാം. അങ്ങനെ പല പല സർവീസിന് വേണ്ടിയിട്ട് എനിക്ക് ലീഡ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ആഡ്സ് റൺ ചെയ്യാം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ വെബ്സൈറ്റ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഡിസൈനിങ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഡിയൻസ് കൊടുക്കുകയാണ്. ഓഡിയൻസ് കൊടുക്കുന്നത് ഞാൻ ബിസിനസ് ഓണേഴ്സ് ആണ് കൊടുക്കുന്നത്. ബിസിനസ് ഓണേഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെയും ഡേറ്റ് ഞാൻ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെബ്സൈറ്റ് ഡിസൈനിങ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ റൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അതേപോലെ തന്നെ ഡേറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഇത് ഈ നെയിമിംഗ് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ആഡ്സ്, പല ക്യാമ്പയിൻസ്, പല ആഡ് സെറ്റ് ഇതൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു ആഡ് സെറ്റ് ഒന്നും കൂടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത്
പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇപ്പം ഞാനിത് ഈ സിസ്റ്റമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ആഡ് സെറ്റ്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഓ ഇത് ആഡ് സെറ്റ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആഡ് സെറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഇവിടെ പല മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കൺവേർഷൻ, ഞാൻ പറഞ്ഞ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കൺവേർഷൻ എന്ന് പറയുന്നത് പല മെത്തേഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വെബ്സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റന്റ് ഫോംസ് ഉണ്ട്, മെസ്സഞ്ചർ ഉണ്ട്. വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ്, അതായത് നമുക്ക് www.xyz.com എന്നുള്ള ഒരു വെബ്സൈറ്റിലേക്ക് പോയിട്ട് അവിടെ ആണ് നമുക്ക് ഈ ലീഡ്, നമ്മൾ ലീഡാണല്ലോ സെലക്ട് ചെയ്തത്, അവിടെയാണ് കസ്റ്റമർ ലീഡ് എൻ്റർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലാൻഡിംഗ് പേജ് ഉണ്ടാവും. അവിടേക്ക് നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഇൻസ്റ്റന്റ് ഫോംസ് ആണ്. ഇൻസ്റ്റന്റ് ഫോംസ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇതിൽ തന്നെ, അതായത് നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ റൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആഡ്സ് ആണ്. അത് ഞാൻ ഫോംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇൻസ്റ്റന്റ് ഫോംസ് ആണ്. പിന്നെ ഉള്ളത് മെസ്സഞ്ചർ ആണ്. മെസ്സഞ്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും കൂടി ചാറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും രണ്ടിലും നമുക്ക് ചാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് സെപ്പറേറ്റും ഉണ്ട്, രണ്ട് ഒരുമിച്ചുള്ളതും ഉണ്ട്. അപ്പോൾ അതിലേക്ക് യൂസറുടെ ഇൻഫർമേഷൻ, ഇപ്പോൾ നമ്മളുടെ പരസ്യം കണ്ട് ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ എന്താ പറയുക ഇതിലേക്ക് വരുന്നത്, അതായത് നമ്മുടെ മെസ്സഞ്ചറിലേക്കായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ വരിക, ഈ യൂസറിന്റെ ഇൻഫർമേഷൻ വരിക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇൻസ്റ്റന്റ് ഫോംസ് ആൻഡ് മെസ്സഞ്ചർ, അത് അഗെയിൻ നമ്മൾ കസ്റ്റമർ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും. അതായത് കസ്റ്റമറുടെ ബിഹേവിയർ കൂടുതലും കസ്റ്റമർ മെസ്സഞ്ചർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ മെസ്സഞ്ചറിലേക്ക് പോകും. ഇൻസ്റ്റന്റ് ഫോംസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമർക്ക് ഇൻസ്റ്റന്റ് ഫോംസ് കൊടുക്കും. ആ ഒരു രീതിയാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം നമുക്ക് ചാറ്റ് ചെയ്യാൻ ടൈപ്പ് ഒരു ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞ് കോൾസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കോൾ വരാൻ വേണ്ടി നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഡയറക്റ്റ് കോൾ വരാൻ വേണ്ടി ഇത് ത്രൂ ആപ്പ് നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയുടെ പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ പേജ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു എറർ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു ലീഡ് ആഡ്സ് റൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ടേ നമുക്ക് ഈ ആഡ്സ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ക്ലിക്ക് ചെയ്ത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇത് ലോഡാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വ്യൂ ടേംസ് ക്ലിക്ക് ചെയ്യുക. ഈ എററും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകിൽ ഇവിടെ ഒരു പോപ്പപ്പ് ആയിട്ട് വരും, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം വ്യൂ ടേംസ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ ഈ എറർ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എറർ മാറും. ഇൻസ്റ്റന്റ് ഫോംസ് കൺസൾട്ടിങ് നമുക്ക് എറർ പോയി. അത് ഇനി ഇതൊന്നും നമ്മൾ നോക്കണ്ട. കോസ്റ്റ് പെർ റിസൾട്ട് അതൊന്നും നമ്മളിപ്പോൾ കൊടുക്കണ്ട. കാരണം നമുക്ക് നമ്മുടെ കോസ്റ്റ് പെർ റിസൾട്ടൊക്കെ നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. നമുക്കറിയാം നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് 100 രൂപയ്ക്കാണ് ലീഡ് കിട്ടുന്നത്, അല്ലെങ്കിൽ 50 രൂപയ്ക്കാണ് ലീഡ് കിട്ടുന്നത്, അങ്ങനെയൊക്കെയുള്ള ഗോൾ ഉണ്ട്. നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു കോസ്റ്റ് പെർ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് നമ്മൾ പോകേണ്ടത് ഇൻസ്റ്റന്റ് ഫോംസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡെയിലി ബഡ്ജറ്റിലേക്കാണ്. ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂളിൽ നമ്മൾ ഡെയിലി ബഡ്ജറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ബഡ്ജറ്റാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഒന്ന് ഡെയിലി ബഡ്ജറ്റും ഒന്ന് ലൈഫ് ടൈം ബഡ്ജറ്റുമാണ്. ശരിക്കും ലൈഫ് ടൈം ബഡ്ജറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡേക്കകത്ത് ഫേസ്ബുക്ക് തന്നെയാണ് ആ എമൗണ്ട് റൺ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ദിവസത്തിനകത്ത് ആ ക്യാമ്പയിൻ എൻഡ് ആവും എന്നുള്ള രീതിയിലുള്ളൊരു ടൈപ്പ് ഓഫ് ക്യാമ്പയിനാണ്. ഞാനിപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഡെയിലി ബഡ്ജറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡെയിലി ബഡ്ജറ്റ് നമ്മളൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു നമുക്കൊരു 85 റുപ്പീസ് തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. $1 അങ്ങനെ കണ്ടാണ് അതിൻ്റെ കണക്ക്. 85 റുപ്പീസ് തൊട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 1000 റുപ്പീസാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചോളൂ.
അപ്പോൾ ഒരു ജസ്റ്റ് ഒരു വാർണിംഗ് ആണ്. അത് ഹയർ ദൻ യൂഷ്വൽ, നമ്മൾ ഇനിയിപ്പോൾ മാറിപ്പോകണ്ട, ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ആവണ്ട എന്ന് പറഞ്ഞൊരു വാർണിംഗ് മെസ്സേജാണ് എനിക്ക് അവിടെ തരുന്നത്. ഞാൻ യൂഷ്വലി സ്പെൻഡ് ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. അതിപ്പോൾ ഞാൻ കുറച്ചൊരു 500 രൂപ എന്നൊക്കെ ഇടുവാണെങ്കിൽ അത് വാർണിംഗ് മെസ്സേജ് നമുക്ക് പോയി കിട്ടും. 500 രൂപ ഇടുമ്പോൾ വാർണിംഗ് മെസ്സേജ് പോയി. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ യു വിൽ സ്പെൻഡ് an average of 500 per day. Your maximum daily spend will be 875 and your maximum weekly spend is 3500. അതായത് എപ്പോഴാണോ കൂടുതൽ ഓഡിയൻസ് എൻഗേജ്ഡ് ആവുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഓഡിയൻസ് അവൈലബിൾ ആവുന്ന ആ ഒരു സമയത്ത് ഫേസ്ബുക്ക് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ മാക്സിമം 875 രൂപ വരെ സ്പെൻഡ് ആവാം. പക്ഷെ ഒരു വീക്കിൽ നമുക്ക് 3500 രൂപ വരെയാണ് സ്പെൻഡ് ആവുന്നത്. അതായത് 500 ഇൻറ്റു 7 ഈക്വൽ ടു 3500. ഇതാണ് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്, സോറി, എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ നമ്മൾ എന്ന് തൊട്ടാണ് ആഡ് ഷെഡ്യൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1-ാം തീയതി തൊട്ട്, അല്ലെങ്കിൽ 2-ാം തീയതി തൊട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഇപ്പോൾ നമുക്ക് എൻഡ് ഡേറ്റ് ഇപ്പോൾ സമയം കൊടുത്തു. അതേപോലെ എൻഡ് ഡേറ്റ് എപ്പോഴും നമ്മൾ എൻഡ് ഡേറ്റ് കൊടുത്ത് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ എൻഡ് ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ 2-3 മാസം മുന്നോട്ടുള്ള എൻഡ് ഡേറ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ എൻഡ് ഡേറ്റ് കൊടുക്കരുത്. നമ്മൾ എപ്പോഴും ഈ ഈ മറ്റേ ഒരു എയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിമം ഒരു 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 7 ഡേയ്സ് എങ്കിലും നമ്മുടെ ഒരു ആഡ് ഓപ്റ്റിമൈസേഷൻ ടൈം വേണം. അതായത് ഓഡിയൻസ് കണ്ടുപിടിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ടൈം വേണമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ലോങ് ടേമിലേക്ക് ആഡ് റൺ ചെയ്യുന്നതാണ് നമുക്ക് എക്കണോമിക്കലി വയബിൾ ആവുള്ളൂ. അതായത് നല്ല ലീഡ്സ് കിട്ടാനും, അതായത് നമ്പർ ഓഫ് ലീഡ്സ് കൂടുതൽ കിട്ടാനും, നല്ല ലീഡ്സ് കിട്ടാനും, ലീഡിന്റെ കോസ്റ്റ് ആവാനും നമുക്ക് എപ്പോഴും ലോങ് ടേം ആഡ്സ് ആണ് എപ്പോഴും നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എൻഡ് ഡേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറെ കൂടി 2-3 മാസം കഴിഞ്ഞിട്ടുള്ള എൻഡ് ഡേറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരിക്കലും ഷോർട്ട് ടേം ആഡ് റൺ ചെയ്യുന്നത് ഞാൻ റൺ ചെയ്യേണ്ടെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ നമുക്കൊരു 7 ഡേയ്സിന് ഒരു ആഡ് റൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 10 ഡേയ്സിന് ആഡ് റൺ ചെയ്യണം, നമുക്ക് ഇമീഡിയറ്റ് റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും, അതായത് ചെറിയ ഡ്യൂറേഷനിൽ ആഡ് റൺ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഈ ആഡ് നമുക്ക് ആ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ലോങ് ടേമിലേക്ക് പ്ലാൻ ചെയ്ത് ലോങ് ടേമിലേക്ക് സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് ഇനി ഓഡിയൻസ് കൺട്രോളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓഡിയൻസ് കൺട്രോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഇന്ത്യയാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. ഞാനത് ഇന്ത്യ മാറ്റിയിട്ട് ജസ്റ്റ് എറണാകുളം എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ, എറണാകുളം അല്ലെങ്കിൽ കൊച്ചി സിറ്റി കൊടുക്കാം. കേരള കൊച്ചി ഇന്ത്യ സിറ്റി സെലക്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ കേരള കൊച്ചി ഇന്ത്യയിൽ നമുക്ക് 40 കിലോമീറ്റർ റേഡിയസ്, നമുക്കിവിടെ റേഡിയസ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഏത് ലൊക്കേഷനിലാണ് നമ്മുടെ പരസ്യം റൺ ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ കൊച്ചി ഇപ്പോൾ 56 കിലോമീറ്റർ, നമുക്ക് 56 കിലോമീറ്റർ ഇവിടെ കണ്ടറിയാൻ പറ്റും എവിടം വരെ ഏതൊക്കെ സിറ്റീസിലൊക്കെ പോകുന്നുണ്ടെന്നുള്ളത്. നമുക്കിവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കിത് കുറക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 28 കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ നമുക്കിതിനെ കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇപ്പൊ എനിക്ക് തൃശ്ശൂർ തൃശ്ശൂർ സിറ്റി സെലക്ട് ചെയ്യുന്നു. അപ്പോഴും 40 കിലോമീറ്റർ വന്നു. എനിക്ക് 40 വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനൊരു 30 കിലോമീറ്റർ ആക്കി എനിക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ പ്ലേസുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം എനിക്ക് ചില സ്ഥലങ്ങൾ വേണ്ട. ഇപ്പൊ ഞാനിവിടെ ആഡ് എക്സ്ക്ലൂഷൻ, ഇപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഗ്രീൻ ടിക്ക് ആണെങ്കിൽ ഇൻക്ലൂഷനുമാണ്, റെഡ് ആണെങ്കിൽ എക്സ്ക്ലൂഷൻ. നമ്മൾ അറിയാതെ ചിലപ്പോൾ ഈ എക്സ്ക്ലൂഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലേസ് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ആഡ്സ് റൺ ചെയ്യേണ്ട പ്ലേസ് ആഡ് ചെയ്യും. അപ്പൊ ആ പ്ലേസിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആഡ്സ് റൺ ആവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എക്സ്ക്ലൂഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ ഇവിടെ പ്രത്യേകം നോക്കണം, ഇൻക്ലൂഷൻ ആണോ എക്സ്ക്ലൂഷൻ ആണോ എന്ന് നോക്കണം. ഇപ്പം എക്സ്ക്ലൂഷൻ കൊടുത്തിട്ട് ഞാൻ ചാലക്കുടി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു
ചാലക്കുടി ടൗൺ കൊടുത്തത്. അപ്പോൾ ചാലക്കുടി ടൗണിൽ ഒരു 20 കിലോമീറ്റർ റേഡിയസിൽ നമ്മുടെ പരസ്യം കാണിക്കില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനും കൂടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ അധികം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം ഈ എക്സ്ക്ലൂഷനും ഇൻക്ലൂഷനും നമുക്ക് ആവശ്യമില്ല. സോറി, ഈ എക്സ്ക്ലൂഷൻ നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇൻക്ലൂഷൻ മാത്രം ചെയ്താൽ മതി. ഞാനൊരു ഫീച്ചർ ഉള്ളതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഇവിടെയും ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ ക്യാമ്പയിനിൽ നമ്മൾ ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. ലീഡ് ജനറേഷൻ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് സെറ്റിലേക്ക് വന്നിട്ട് നമ്മൾ ആഡ് സെറ്റിൽ നമുക്ക് ഇൻസ്റ്റന്റ് ഫോം വഴിയാണ്, ഒരു ഫോം വഴിയാണ് നമുക്ക് ആഡ് വേണ്ടത് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഷെഡ്യൂൾ ഇട്ടു. ഏത് സമയം തൊട്ട് ഏത് സമയം വരെയാണ് നമ്മൾ ആഡ് റൺ ചെയ്യേണ്ടത് എന്നുള്ളത് ഷെഡ്യൂൾ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ലൊക്കേഷനിലേക്ക് വന്നു. അപ്പം നമ്മൾ ലൊക്കേഷൻ ആഡ് ചെയ്തു. ലൊക്കേഷൻ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഇവിടെ ഓഡിയൻസ് ഡെഫിനീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ എസ്റ്റിമേറ്റഡ് ഓഡിയൻസ് സൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം 17 ലക്ഷം തൊട്ട് 19 ലക്ഷം ആൾക്കാരിലേക്ക് ഈ പരസ്യം പോവും. അതായത് നമുക്ക് പരസ്യം ചെയ്യാനുള്ള അവൈലബിൾ ഓഡിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 17 ലക്ഷം തൊട്ട് 19 ലക്ഷം വരെയാണ് നമുക്ക് ഇതിൽ എസ്റ്റിമേറ്റഡ് ഓഡിയൻസ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എസ്റ്റിമേറ്റഡ് ഡെയിലി റീച്ച്, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 500 രൂപയ്ക്ക് എസ്റ്റിമേറ്റഡ് ഡെയിലി റീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഏകദേശം 16,000 തൊട്ട് 45,000 പേരിലേക്ക് ഒരു ദിവസം പരസ്യം കാണിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഒരു പാരാമീറ്റർ വെച്ച്. അതായത് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പാരാമീറ്റർ വെച്ച് ഫേസ്ബുക്ക് നമുക്കൊരു എസ്റ്റിമേറ്റ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഏകദേശം 14 തൊട്ട് 41 ലീഡ് വരെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അത് കുറഞ്ഞേക്കാം കൂടിയേക്കാം, കാരണം എസ്റ്റിമേറ്റഡ് ആണ് അത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഈ ഒരു ഏരിയയിലുള്ള എല്ലാവർക്കും പരസ്യം കാണിക്കും. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഞാനൊരു വെബ്സൈറ്റ് ഡിസൈനിങ്ങിനെ കുറിച്ചാണ്, ഞാനതിൽ വെബ്സൈറ്റ് ഡിസൈനിങ്ങിൻ്റെ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്, വെബ്സൈറ്റ് ഡിസൈനിങ് ആവശ്യമുള്ള ഒരു ഓഡിയൻസിനെ വേണ്ടിയിട്ടാണ് ഞാൻ പരസ്യം റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് തൃശ്ശൂർ കേരളത്തിൽ ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് തൃശ്ശൂർ കേരള അതേപോലെ കൊച്ചി കേരള എന്നുള്ള ഒരു 2 ലൊക്കേഷനിലാണ്. അപ്പോൾ എനിക്ക് ഒരു സ്പെസിഫിക് ഓഡിയൻസിലേക്കാണ് എനിക്ക് റൺ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് എല്ലാവരും കാണിക്കണ്ട. അതുകൊണ്ട് തന്നെ ഇവിടെ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് പറയുന്നുണ്ട്. അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് തന്നെ ഒരു ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്ത് പരസ്യം റൺ ചെയ്യാനാണ്. ഞാനത് മാറ്റിയിട്ട് ഇവിടെ എൻ്റെ ഒരു അതായത് നമുക്ക് ഒറിജിനൽ ആയിട്ടൊരു ഓഡിയൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ഒറിജിനൽ ഓഡിയൻസ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ എൻ്റെ ക്യാമ്പയിനെ മോഡിഫൈ ചെയ്യുവാണ്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഈ ഓപ്ഷൻ വരണമെന്നില്ല. എനിക്ക് ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് ഞാൻ ഒറിജിനൽ ഓഡിയൻസിലേക്ക് ഞാനത് അത് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് ന്യൂ ഓഡിയൻസ് ഉണ്ട്, കസ്റ്റം ഓഡിയൻസ് ഉണ്ട്, ലുക്ക് ലൈക്ക് ഓഡിയൻസ് ഉണ്ട്. ഇവിടെ കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പേജുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആഡ് അക്കൗണ്ടായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ, പേജ് ലൈക്ക് ചെയ്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ഒരു കസ്റ്റം ഓഡിയൻസ് ഉള്ളത്. ഇത് ലുക്കിലേക്ക് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഗെയിൻ കുറച്ച് പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് കുറച്ച് ഓഡിയൻസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ രണ്ട് ഓഡിയൻസ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തു തരാം. ഇപ്പൊ നമ്മൾ ഒരു പുതിയ ഓഡിയൻസിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ആ ഓഡിയൻസിൽ നമ്മളിപ്പോൾ ഓൾറെഡി പ്ലേസ് സെലക്ട് ചെയ്തതിന് ശേഷം ഏജ് ഗ്രൂപ്പ്, എനിക്ക് ഏജ് ഗ്രൂപ്പ് വേണ്ടത് ഒരു 35+ ആണ്. കാരണം 35 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു 55 വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ട ഒരു ഏജ് ഗ്രൂപ്പ് ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബിസിനസ്സിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഏത് ടാർഗറ്റ് ഗ്രൂപ്പിലേക്കാണ് നമ്മൾ പരസ്യം ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് അത് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഡീറ്റെയിൽ ടാർഗറ്റിംഗിലേക്ക് പോവുക. ഡീറ്റെയിൽ ടാർഗറ്റിംഗിലേക്ക് പോയിട്ട് ഇവിടെ അതുപോലെ ജെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ജെൻഡർ ഓൾ ഉണ്ട്, മെൻ ഉണ്ട്, വുമൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് മെൻ എന്ന് വെച്ചാൽ നമ്മൾ ആണുങ്ങൾക്ക് മാത്രമേ പോവുള്ളൂ, വുമൻ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മാത്രമേ പോവുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, ഇപ്പോൾ
ഇപ്പോൾ ഡ്രസ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഓർണമെന്റ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് വുമൻസിന് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതല്ല വാച്ചസ്, അങ്ങനെയുള്ള അപ്പോൾ മെന്നിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് മെൻ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ ഇവിടെ മെന്നും വുമനും കൂടി ആയതുകൊണ്ട് ഞാൻ ഓൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ്, അതായത് ഒരുപാട് ടാർഗറ്റിംഗ് ഓപ്ഷൻസ് എനിക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഡെമോഗ്രഫിക്ക് വെച്ചിട്ട്. ഡെമോഗ്രഫിക്ക് അവരുടെ എന്താ പറയുക, ഡെമോഗ്രഫി എന്ന് വെച്ചാൽ ഇപ്പൊ അവരുടെ ഇപ്പൊ ഇവിടെ ഫേസ്ബുക്കിൽ തന്നെ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ലൈഫ് സ്റ്റൈല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുള്ള ഒരു 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 ഇതാണ്. പിന്നെ ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മള് ഓൺലൈനിൽ എന്തൊക്കെ നമ്മുടെ ബിഹേവിയർ, സോറി, ഇപ്പൊ നമ്മൾ ഏതൊക്കെ പേജുകളിൽ പോകുന്നു, എന്തൊക്കെ ലൈക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ നമ്മുടെ ബിഹേവിയർ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളുടെ ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഇപ്പോൾ ടോട്ടൽ ഇപ്പം ഞാൻ ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അത് ഞാൻ ഈ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് സ്മോൾ ബിസിനസ് ഓണേഴ്സ്. സ്മോൾ ബിസിനസ്, കാരണം സ്മോൾ ബിസിനസ് ഓണേഴ്സിന് വെബ്സൈറ്റിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ എംപ്ലോയേഴ്സ് സ്മോൾ ബിസിനസ് ഓണേഴ്സ് എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഓണർ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ള പ്രൊഫൈലിലേക്കാണ്. അതേപോലെ തന്നെ ഞാൻ പിന്നെ കൊടുക്കുന്നത് റെസ്റ്റോറൻറ്റ് ഓണേഴ്സ്, പിന്നെ കൊടുക്കുന്നത് ജനറൽ മാനേജർ. ഒരു കമ്പനിയുടെ ജനറൽ മാനേജർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ജനറൽ മാനേജറും ഒരു എംപ്ലോയീസ്, ജനറൽ മാനേജറും ഒരു കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ തന്നെ ഹോട്ടൽ ജനറൽ മാനേജർ ഉണ്ട്, റെസ്റ്റോറൻറ്റ് ജനറൽ മാനേജർ ഉണ്ട്, സ്റ്റോർ ജനറൽ മാനേജർ ഉണ്ട്, ജനറൽ സെയിൽസ് മാനേജർ ഉണ്ട്. ഞാൻ ഹോട്ടൽ ജനറൽ മാനേജർ കൊടുക്കുകയാണ്. അപ്പോൾ ഹോട്ടലിന്റെ ജനറൽ മാനേജേഴ്സിന് ഈ പരസ്യം പോകും. അപ്പൊ അങ്ങനെ ഓരോ രീതിയിലും. പിന്നെ എനിക്ക് കുറെ കൂടി ഇപ്പോൾ എന്താ പറയാ, അങ്ങനെ ഇപ്പൊ പിന്നെ നോക്കുവാണെങ്കിൽ സിഇഒസിന് കൊടുക്കാം. സിഇഒ, MD CEO, ജോബ് ടൈറ്റിൽ MD CEO എഴുതിയിട്ടുള്ള ആൾക്കാരാകാം. പിന്നെ ഡോക്ടേഴ്സ്, ഇപ്പോൾ ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവാം. ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറി. അപ്പൊ അങ്ങനെയുള്ള ഈ കാറ്റഗറി ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ നമുക്ക് നേരത്തെ നോക്കുവാണെങ്കിൽ 9 lakh ആൻഡ് എബോവ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 6,89,000 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എനിക്ക് എന്താ പറയാ, ഓഡിയൻസിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇവിടെ എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ടിലും അതേപോലെ ലീഡിലും വ്യത്യാസം വരും. അതേപോലെ തന്നെ എനിക്കിവിടെ എക്സ്ക്ലൂഷൻ കൊടുക്കുക, ഏതൊക്കെ കാറ്റഗറിയിലേക്ക് കൊടുക്കേണ്ട. അപ്പം ഞാനിവിടെ ഡോക്ടേഴ്സ് കൊടുത്തപ്പോൾ ഡെന്റൽ ഡോക്ടേഴ്സിന് വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് ഡെന്റൽ ഡോക്ടർ ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുവാണ്. ഡെന്റൽ ഡോക്ടേഴ്സിന് വേണ്ട എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഡെന്റൽ ഡോക്ടേഴ്സിന് ഇത് കാണിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള എക്സ്ക്ലൂഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ പറ്റും. നാരോ ഡൗൺ ചെയ്യുമ്പോൾ എനിക്ക് ഇതിലൊക്കെ ഇപ്പൊ ഇതിലൊക്കെ ഇപ്പൊ നാരോ ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഈ ഞാൻ മുകളിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഓഡിയൻസ് ഇതിലും കൂടി, ഇപ്പൊ ഞാനിവിടെ കൊടുക്കുന്നതിലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പരസ്യം കാണുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു കോമൺ ഇൻട്രസ്റ്റ് ആയിട്ട് ബിസിനസ് എന്ന് കൊടുക്കുകയാണ്. ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഉള്ള രീതിയിൽ ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടോ ഇവിടെ ഭയങ്കരമായിട്ട് എസ്റ്റിമേറ്റഡ് ഓഡിയൻസ് സൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അതെനിക്ക് നാരോ ഡൗൺ ചെയ്യുന്നില്ല. നമുക്ക് നാരോ ഡൗൺ മനസ്സിലായില്ല. നമ്മളിപ്പോ സെക്കൻഡറി ഒരു ഇതിലും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമുള്ള ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡോക്ടേഴ്സിന് കാണിക്കുക, ജനറൽ മാനേജർ, സ്മോൾ ബിസിനസ് ഓണേഴ്സ്, MD/CEO. അഗെയിൻ ഒരു പാരാമീറ്റർ കൂടി, അതിലും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ സെലക്ട് ചെയ്ത ആ ഓഡിയൻസിലേക്ക് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് നാരോ ഡൗൺ ചെയ്യുന്നത്.
നെക്സ്റ്റ് ഇവിടെ അഡ്വാൻറ്റേജ് ഡീറ്റെയിൽ ടാർഗറ്റിംഗ്. അതായത് ഇപ്പൊ നമ്മൾ മാച്ച് ചെയ്തിരിക്കുന്ന, ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഓഡിയൻസ് വെച്ചിട്ട് ഫേസ്ബുക്ക് തന്നെ കുറച്ചുകൂടി ആ സിമിലർ ആയിട്ടുള്ള, അതായത് വെബ്സൈറ്റ് ഡിസൈൻ ആവശ്യമുള്ള കുറച്ചുകൂടി സിമിലർ ആയിട്ടുള്ള ഓഡിയൻസിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ടിക്ക് ബോക്സ് ടിക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ അത് ഡിസേബിൾ ചെയ്യുവാണ്. ഡിസേബിൾ ചെയ്യുമ്പോഴും നമുക്ക് ഓഡിയൻസ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് സെലക്ട് ചെയ്യും. എനിക്ക് ഇത്രയും ഇത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അൺചെക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. കാരണം ഞാൻ ഇത്രയും കിലോമീറ്റർ റേഡിയസിൽ ഞാൻ ഡോക്ടേഴ്സിനെയും അതേപോലെ ഹോട്ടൽ ജനറൽ മാനേജർ, സ്മോൾ ബിസിനസ് ഓണർ, ഇതൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി വളരെ കുറച്ച് പേരിലേക്കായിട്ട് ചുരുങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓഡിയൻസ് എക്സ്പാൻഡ് ആവും. അതല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇവിടെ ഇവിടെ എന്താ പറയുക, ഇത്രയും ഫിൽട്ടർ ഓപ്ഷൻ നമ്മൾ ഇടാൻ പാടില്ല. അപ്പൊ ഇത് ഇട്ടത് കൊണ്ട് വളരെ സ്പെസിഫിക് ആണ്. ഇനി ഇതിൽ തന്നെ ഈ ഒരു ഒരു ഡെമോഗ്രഫിയും ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് മാച്ച് ചെയ്ത് വരുന്ന സിമിലർ കൈൻഡ് ഓഫ് ഓഡിയൻസിനും കൂടി ഫേസ്ബുക്ക് തന്നെ കാണിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഓഡിയൻസ് ഓപ്ഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇതിപ്പോ നമ്മള് മലയാളം ഇതേപോലെ ഇതൊക്കെ ഓപ്ഷനിലാണ്, നമ്മൾ ഇട്ട് കൊടുക്കണമെന്നൊന്നും ഇല്ല, ഓപ്ഷനിലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുക, ഈ ഓഡിയൻസിന് നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ഓഡിയൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ എപ്പോഴും എസ്റ്റിമേറ്റഡ് ഓഡിയൻസ് സൈസ് ഒരു 2 to 3 lakh എങ്കിലും ഏറ്റവും മിനിമം നമുക്ക് ഉണ്ടാവണം. എന്നാലേ നമുക്കൊരു അഡ്വർടൈസബിൾ ഓഡിയൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എക്സ്പേർട്സ് പറയുന്നത്. നമുക്ക് അതിനേക്കാളും കുറവ് ഓഡിയൻസ് ആണെങ്കിൽ ഫേസ്ബുക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നമ്മളെ പരസ്യം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പരസ്യത്തിന്റെ കോസ്റ്റ് ഭയങ്കര കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ലീഡ് കിട്ടാനും സാധ്യത കുറവാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യും. ഇപ്പൊ എനിക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്ത് ഓപ്റ്റിമൈസ് ചെയ്യാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 6 lakh ആൻഡ് അബവ് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ അധികം ഇത് അധികം ഫിൽട്ടർ കൊടുക്കാതിരുന്നത്. അധികം ഓഡിയൻസ് അല്ലെങ്കിൽ അധികം ഈ പറയുന്ന പോലെ നമുക്ക് ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിൽ ആൾക്കാരെ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് ഈ നമ്പർ ഓഫ് ഓഡിയൻസ് ഇവിടെ നമ്മൾ നോക്കണം. ഏത് ഒരു 3 lakh ആൻഡ് എബോവ് എങ്കിലും നമ്മൾ മിനിമം ഉണ്ടായാലേ നമുക്ക് നല്ല ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഓഡിയൻസ് എനിക്ക് ഇവിടെ സേവ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞാനിവിടെ സേവ് ചെയ്തു. വേണമെങ്കിൽ ഡേറ്റും കൂടി കൊടുക്കാം, എന്നാണ് ചെയ്തതെന്നുള്ളത്. ഓഡിയൻസിന്റെ സ്പെല്ലിംഗ് ചെയ്യുന്നു. ഇനി അതവിടെ നമുക്ക് നമ്മൾ എന്തൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. ഇത് കുറെ കൂടി അധികം ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ പേരിലേക്ക് ഇതെത്തും. ഞാൻ സേവ് കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഓഡിയൻസ് നമ്മൾ സെറ്റായി. ഇപ്പോൾ ഓഡിയൻസ് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. ഇനി പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റിൽ നമ്മൾ എപ്പോഴും അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെന്റ് കൊടുക്കാം, തെറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഓഡിയൻസിനൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് പ്ലേസ്മെന്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഞാനിവിടെ മാനുവൽ ആണ് കൊടുക്കുന്നത്. മാനുവൽ പ്ലേസ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാനുവൽ പ്ലേസ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഏതൊക്കെ പ്ലാറ്റ്ഫോം വേണമെന്നുള്ളത്. ഇവിടെ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഞാൻ ഓഡിയൻസ് നെറ്റ്വർക്കിൽ ഞാൻ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഫേസ്ബുക്കിന്റെ പരസ്യം യൂസ് ചെയ്യുന്ന പല ആപ്പുകളും അതേപോലെ തന്നെ വെബ്സൈറ്റുകളും ഉണ്ട്. അതിനെയാണ് ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് പരസ്യം റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് പോവാണെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എവിടെയൊക്കെയാന്നുള്ള ഏതൊക്കെ പ്ലേസിൽ എന്നുള്ളത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫീഡിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈ വിസിബിലിറ്റി ഇൻ യുവർ ബിസിനസ് വിത്ത് ആഡ്സ് ഇൻ ഫീഡ്സ് ഉള്ള രീതിയിൽ അതുകൊണ്ട് ഇപ്പോൾ ഫീഡ് ഫേസ്ബുക്ക് ഫീഡ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫീഡ് എന്തോ സെലക്ട് ആയിട്ടില്ല. എന്താ അതേപോലെ ഇൻസ്റ്റാഗ്രാം ഫീഡ്, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, അങ്ങനെയുള്ള എവിടെയൊക്കെയാണോ ഇത് കാണിക്കുന്നത് അതൊക്കെ ഇവിടെ
നമുക്ക് എന്താ എവിടെയൊക്കെ കാണിക്കാൻ പറ്റുന്നത് ഇവിടെ ചെക്ക് ബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്റ്റോറീസ് ആൻഡ് റീൽസിൽ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറീസ് ആൻഡ് റീൽസിലും നമ്മുടെ മെസ്സഞ്ചർ ഇവിടെ വന്നിട്ടില്ല. മെസ്സഞ്ചർ അതേപോലെ ഇൻസ്ട്രീം വീഡിയോസ് ഞാൻ ഓഫ് ചെയ്യുവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻസ്ട്രീം വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് ന്യൂസിന്റെ ഇടയിലായിരിക്കും വരുന്നത്, അതല്ലെങ്കിൽ ഒരു കോമഡി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും. അപ്പൊ അതിൽ വന്നതുകൊണ്ട് തെറ്റില്ല, എനിക്ക് അതിൽ ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ചിലപ്പോൾ ലീഡ് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ വീഡിയോയുടെ മോഡലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ സമയത്തൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഓഡിയൻസിന് ഫീൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. ഇത് കൊടുത്താൽ തെറ്റൊന്നുമില്ല, നമുക്ക് ഇതിൽ നിന്നും നമുക്ക് ലീഡ്സ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ സെർച്ച് റിസൾട്ടിൽ കൊടുത്തു, മെസ്സഞ്ചറിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല, ആബ്സെന്റ് സൈസിലും കൊടുക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് കൊടുക്കുവാണ്. ഇപ്പൊ നമ്മൾ ആഡ് നെയിമിലേക്ക് വന്നു. ഇപ്പൊ ആഡ്സിലേക്കാണ് വന്നത്. ഇവിടെയാണ് നമ്മൾ പരസ്യം സെറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ പരസ്യം സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ വെബ്സൈറ്റ് ഡിസൈൻ ഞാനിത് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ആഡല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ക്രിയേറ്റീവ് എൻ്റെ അടുത്ത് റെഡി ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്ന് എൻ്റെ സിസ്റ്റം നോക്കണം. എന്നാലും നമുക്ക് ജസ്റ്റ് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാനിവിടെ പേരിട്ടു, വെബ്സൈറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു അതിന് വെബ്സൈറ്റ് ഡിസൈൻ ഉള്ളൊരു ആഡ് നെയിം ഇട്ടു. വെബ്സൈറ്റ് ഡിസൈൻ പോസ്റ്റർ ഇട്ടു. വെബ്സൈറ്റ് ഡിസൈൻ പോസ്റ്റർ. നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിനുള്ള ഒരു 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 എന്താ പറയാ ഒരു പേരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഓൾറെഡി ഇതിൽ സെലക്റ്റഡ് ആണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആഡിലേക്ക് വരിക. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ വരില്ല. ഞാൻ ഫേസ്ബുക്കുമായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ ക്രിയേറ്റ് ആഡ് ഉണ്ട്, യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് ഉണ്ട്, യൂസ് ക്രിയേറ്റീവ് ഹബ് മോക്കപ്പ് ആണ്. അപ്പൊ ക്രിയേറ്റ് ആഡിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ക്രിയേറ്റീവ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആഡാണ്. പിന്നെ യൂസ് ക്രിയേറ്റീവ് ഹബ് മോക്കപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റീവ് ഹബ് എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. ആ ആപ്പിനകത്ത് നമ്മൾ നമ്മുടെ ഫോട്ടോസും ലോഗോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവിടെ തന്നെ നമുക്കൊരു നല്ലൊരു ആഡ് അവിടെ ക്രിയേറ്റ് ആയി വരും. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ആഡ് ക്രിയേറ്റ് ആണ്. അത് കഴിഞ്ഞ് ഫോമാറ്റിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിംഗിൾ ഇമേജ് ഓർ വീഡിയോ ഉണ്ട്, അതേപോലെ കരോസൽ ടൈപ്പ് ഉണ്ട്. കരോസൽ എന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിപ്പിൾ ആഡ്സ് ആഡ് ചെയ്ത് കൊടുത്തു മൾട്ടിപ്പിൾ ഇമേജസ് ഒരു സിംഗിൾ ആഡിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ആമസോണിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് ഫേസ്ബുക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും സ്ലൈഡായിട്ട് വരുന്ന മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ആഡ്സ്. അപ്പോൾ അതും ഞാനൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് കറോസൽ ആഡും സിംഗിൾ ഇമേജ് വീഡിയോ ആഡും എന്നുള്ളത്. ഇത് ഒരു സിംഗിൾ വീഡിയോ ആണ്, കംപ്ലീറ്റ് നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. സിംഗിൾ ഇമേജ് ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ക്രിയേറ്റീവിലേക്ക് വരുന്നു. ആഡ് ക്രിയേറ്റീവിൽ നമ്മൾ ആഡ് ഇമേജ് ഓർ ആഡ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഞാനിപ്പോൾ ആഡ് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾറെഡി എൻ്റെ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഓൾ വീഡിയോസ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എനിക്കൊന്ന് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളതാണ്. ഇൻസ്റ്റാഗ്രാം വന്നിട്ടുള്ള എല്ലാ വീഡിയോസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പേജ് വീഡിയോസ് കൊടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് വീഡിയോസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഇപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ഡൗൺലോഡ്സിലൊക്കെ സേവ് ചെയ്തിട്ടുള്ള ക്രിയേറ്റീവ് വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ക്രിയേറ്റീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ള ഒരു വീഡിയോ യൂസ് ചെയ്തുകൊണ്ട്
ഞാൻ പരസ്യം ചെയ്യാൻ പോകണം. ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇതിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുക്കുവാണ്. ഇതിപ്പോൾ ഏത് ഫോമാറ്റിലൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റോറീസ് ആൻഡ് റീൽസിൽ കറക്റ്റായിട്ട് നമുക്ക് ആ സ്റ്റോറീസ് ആൻഡ് റീൽസ്, ഇത് ഒരു സ്റ്റോറിയാണ്, അപ്പോൾ അതുകൊണ്ട് സ്റ്റോറീസ് ആൻഡ് റീൽസിന്റെ സൈസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ 1:1 റേഷ്യോയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു 1:1 റേഷ്യോ ഇപ്പോൾ ഞാനിങ്ങനെ കൊടുക്കുവാണെങ്കിൽ 1:1 അത്ര അത്ര കറക്റ്റ് അല്ല. ഒറിജിനൽ തന്നെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എൻ്റെ സ്റ്റോറി സൈസ് ഉണ്ട്, ഇപ്പം എൻ്റെ അടുത്തില്ല. മുമ്പ് പരസ്യം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു 3 ടൈപ്പ്, അതായത് 9:16, അതായത് 1:1, അതേപോലെ 16:9 എന്ന് പറഞ്ഞ ഒരു 3 സൈസിലുള്ള ഒരു ക്രിയേറ്റീവ് എപ്പോഴും കരുതുക നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്കൊരു യൂസർക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പരസ്യം കറക്റ്റായിട്ട് യൂസർക്ക് കാണാൻ പറ്റും. ഇത് ഏകദേശം ഒരു ഈ ഒരു സൈസിനും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഈ ഒരു സൈസിന് നമ്മൾ ഇത് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഡൺ കൊടുത്തു. ഡൺ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, ഇവിടെ ആ വീഡിയോ പ്ലേ ആവുന്ന കാണാൻ പറ്റും. അഡ്വാൻസ്ഡ് പ്രിവ്യൂവിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്ത് എങ്ങനെയായിരിക്കും കാണുക എന്നുള്ളത്. ഇതിപ്പോൾ ഫീഡ്സിൽ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഫീഡാണ് വന്നിരിക്കുന്നത്. ഫീഡ്സ് ആൻഡ് സെർച്ച് റിസൾട്ടിൽ എങ്ങനെ വരും? അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണുന്നുണ്ട്. കാരണം 1:1 റേഷ്യോയിൽ തന്നെ ഇത് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. സ്റ്റോറീസിലാണെങ്കിലും നമുക്ക് കണ്ടോ, സ്റ്റോറീസിലാണെങ്കിലും കറക്റ്റായിട്ടുള്ള സൈസ് വരുന്നുണ്ട്. സെർച്ച് റിസൾട്ടിൽ എനിക്ക് തോന്നുന്നു സെർച്ച് റിസൾട്ടിൽ ഇങ്ങനെ വളരെ ചെറുതായിട്ടായിരിക്കും വരുന്നത്. ഇല്ലെങ്കിൽ ഈ ഇത്രയും സൈസിൽ വളരെ ചെറുതായിട്ടാണ് വരുന്നത്. പക്ഷെ എന്നാലും നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കാരണം അത് നമ്മുടെ ഓഫീസിൽ നിന്ന് ചെയ്തതായതുകൊണ്ട് അവർ ഇതിനൊക്കെ ഓപ്റ്റിമൈസ്ഡ് ആയിട്ട് ഇനി എങ്ങനെ ക്രോപ്പ് ആയാലും എല്ലാ കാര്യങ്ങളും വരുന്ന രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കുഴപ്പമില്ല. അതിപ്പോൾ ഞാൻ സേവ് ചെയ്തതിന് ശേഷം എഡിറ്റ് യുവർ വീഡിയോ ടു മീറ്റ് ദി റിക്വയർമെന്റ് ആൻഡ് അൺഅവൈലബിൾ ടു ഇൻസ്റ്റാഗ്രാം. കാരണം ഇത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട്. നോർമലി നമ്മൾ സിസ്റ്റത്തിൽ നിന്നൊക്കെ അപ്ലോഡ് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരാറില്ല. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണിക്കുന്നത്. ഫേസ്ബുക്കിലെ വീഡിയോ അവിടെ വരുന്നതുകൊണ്ടായിരിക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും പ്ലേസ്മെന്റിൽ ചിലപ്പോൾ എന്തെങ്കിലും കമ്പാറ്റിബിലിറ്റി ഇഷ്യൂ ഉണ്ടാവാം. ഓക്കെ, ഇവിടെ പ്രൈമറി ടെക്സ്റ്റ് ആണ്. പ്രൈമറി ടെക്സ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും ChatGPT യൂസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മുടെ ഓൺ ലാംഗ്വേജ് മലയാളത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ കേരളത്തിൽ ആഡ് റൺ ചെയ്യുമ്പോൾ മലയാളത്തിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതായത് നമ്മുടെ പ്രൊഡക്റ്റും സർവീസസ് അഗൈൻ ബേസ് ചെയ്തിരിക്കും. ഞാൻ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഒരു CEO അല്ലെങ്കിൽ ജനറൽ മാനേജർ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ബിസിനസ് ഓണർ പോലുള്ള ആൾക്കാരായതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ പോകുന്നു. അതല്ല നമ്മുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് സർവീസ് നമ്മൾ കൂടുതലും മലയാളികളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ലോക്കൽ ലാംഗ്വേജാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ChatGPT ഓപ്പൺ ചെയ്തു. ChatGPTനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് താഴെ കമന്റിൽ ഇടുന്നുണ്ട്, എങ്ങനെയാണ് ChatGPT യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതില് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ChatGPT ഓപ്പൺ ചെയ്യുന്നത് chatgpt.com അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിന്റെ അടുത്ത ടാബിൽ chatgpt.com എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ക്രിയേറ്റ്, ഇവിടെ നമ്മൾ മെസ്സേജ് ചെയ്യുവാണ്. അതായത് നമ്മൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ ChatGPT എന്ന് പറഞ്ഞൊരു AI മെഷീനോട് നമ്മൾ ചോദിക്കുവാണ്, ക്രിയേറ്റ് എ ഫേസ്ബുക്ക് ad copy, primary text and headline to advertise
നമുക്ക് വേണ്ട ടെക്സ്റ്റ് ആൻഡ് ഹെഡ്ലൈൻ ആദ്യം വെബ്സൈറ്റ് ഡിസൈൻ അഡ്വർടൈസ്മെന്റ് make it attractive and action point also include phone number, website and hashtags in the description. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചിട്ടുണ്ട്. ചാറ്റ് ജി പി ടി എന്ത് തരും നമുക്ക് നോക്കാം. കണ്ടോ, ഇത് ഭയങ്കരം, അതായത് ഈ നമുക്ക് ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കണ്ടോ, ട്രാൻസ്ഫോം ഒരു വെബ്സൈറ്റ് ടുഡേ. അപ്പോൾ ഞാനിത് ഈ ഹെഡ്ലൈനിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുവാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇവിടെ ഹെഡ്ലൈനിൽ ട്രാൻസ്ഫോം ഒരു വെബ്സൈറ്റ് ടുഡേ. ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈൻ അപ്പ് ബട്ടൺ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ക്യാച്ച് ആയിട്ടുള്ളൊരു ഒരു ക്യാച്ച് ആയിട്ടുള്ളൊരു ഒരു ഒരു ഇത് കൊടുക്കുന്നത്, ഒരു ഒരു റൈറ്റപ്പ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ചാറ്റ് ജി പി ടി തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്ത ട്രാൻസ്ഫോം യുവർ വെബ്സൈറ്റ് ടുഡേ എന്നുള്ളൊരു ഹെഡ്ലൈൻ ആണ്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടോ, ഇത്രയും ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് വായിച്ച് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇത് അതേപോലെ ഇടുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതിൽ തെറ്റുകൾ ഉണ്ടാവാം, ചിലപ്പോൾ കറക്റ്റഡ് അല്ലായിരിക്കും. അപ്പം ഞാനിപ്പോൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഫോൺ നമ്പർ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ഫോൺ നമ്പറും വെബ്സൈറ്റ് യു ആർ എല്ലും ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ പോകണം. ഇപ്പം അതേപോലെ പ്രൈമറി ടെക്സ്റ്റ്, ഞാൻ പ്രൈമറി ടെക്സ്റ്റ് ആദ്യം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. പ്രൈമറി ടെക്സ്റ്റ് കൊടുത്തു. പ്രൈമറി ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുകളിൽ വരുന്നതാണ്, ഏറ്റവും മുകളിൽ വരുന്നതാണ് പ്രൈമറി ടെക്സ്റ്റ്. വേണമെങ്കിൽ നമുക്ക് 5 പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫേസ്ബുക്ക് തന്നെ ഏതാണോ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് അത് ഫേസ്ബുക്ക് തന്നെ ആൾക്കാരെ കാണിക്കുന്നതാണ് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ഞാൻ പ്രൈമറി ടെക്സ്റ്റ് തന്നെ ഈ ഡിസ്ക്രിപ്ഷനും കൂടി കൊടുക്കാൻ പോകുന്നത് താഴോട്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ നമ്പർ മാറ്റി കൊടുക്കണം. ഫോൺ നമ്പർ ഞാൻ ഈ ഫോൺ നമ്പർ നമുക്ക് മാറ്റി കൊടുക്കണം. ഫോൺ നമ്പർ നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ XXXX എന്ന് കൊടുക്കാം ഫോൺ നമ്പർ. വെബ്സൈറ്റ് യു ആർ എൽ ormion.com എന്ന് കൊടുത്തു. വിസിറ്റ് എൻ്റെ വെബ്സൈറ്റ് ormion.com എന്ന് കൊടുത്തു. നമുക്ക് വായിച്ചു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റെഡി ടു ടേക്ക് യുവർ ഓൺലൈൻ പ്രസന്റ് ടു ദ നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ആഡ് കോപ്പിയാണ് എഴുതി തന്നിരിക്കുന്നത് ട്രാൻസ്ഫോം വെബ്സൈറ്റിലൂടെ. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ തന്നെ എനിക്ക് താഴെയും കൊടുക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ തന്നെ എനിക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനായിട്ട് എനിക്ക് കൊടുക്കാം. ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് തൊട്ട് താഴെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ഇതിന് തൊട്ട് താഴെ ഒരു എക്സ്പേർട്ട് താഴെയായിട്ട് കാണാൻ പറ്റും. അത് അതായത് ഓരോ സ്ഥലത്തും ഓരോ രീതി ആയതുകൊണ്ട് ഇപ്പോൾ ഇതിന് തൊട്ട് താഴെ ഉണ്ടോ കോളസ് എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്ലേസ്മെന്റ് ഓരോ രീതി ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട പോലെ തന്നെ ഇങ്ങനെയായിരിക്കും, ഈ ഹെഡറിന് താഴെ ആയിരിക്കും സാധാരണ ഇത് വരുന്നത്. പിന്നെ കോൾ ടു ആക്ഷൻ ആണ്. കോൾ ടു ആക്ഷൻ ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ സൈനപ്പ് തന്നെ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഗെറ്റ് ഓഫർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഗെറ്റ് ഓഫർ എന്ന് മാറും. കണ്ടോ, ഗെറ്റ് ഓഫർ എന്ന് വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സൈനപ്പ് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്, കാരണം നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാനുള്ളതാണ്. ഇനി അത് കഴിഞ്ഞ് ക്രിയേറ്റ് ഫോം ആണ്. ഞാൻ ഓൾറെഡി ഒരു ഫോം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഫോം ഓൾറെഡി ഉണ്ട്. 1-2 ഫോം ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു ക്രിയേറ്റ് ഫോം
പുതിയൊരു ഫോം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ഫോമിൻ്റെ പേര് ഞാൻ ടെസ്റ്റ് ഫോം എന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ടെസ്റ്റ് ഫോം. ഡേറ്റ് ഇടുവാണ്. മോർ വോളിയം നമുക്ക് അതായത് പെട്ടെന്ന് കൂടുതൽ എന്താ പറയുക ലീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹൈ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫിൽറ്ററിങ് ഓപ്ഷൻ കൂടുതലുള്ള ഞാൻ മോർ വോളിയം സെലക്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഞാൻ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വേറെ ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഒരു വൺ ഷോട്ടിലെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. ഹെഡ്ലൈൻ നമുക്ക് വേണമെങ്കിൽ ഹെഡ്ലൈൻ ഞാൻ ഈ ഹെഡ്ലൈൻ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ട്രാൻസ്ഫോമർ വെബ്സൈറ്റ് ടുഡേ ChatGPT തന്ന ഹെഡ്ലൈൻ തന്നെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കാരണം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പോപ്പപ്പിൽ നമ്മുടെ ഫോം വരുമ്പോൾ കാണുന്ന ഒരു മെസ്സേജാണ്. അത് കഴിഞ്ഞ് പ്രൈമറി ടെക്സ്റ്റ് തന്നെയാണ് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാൻ പോകുന്നത്. അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാനത് അതേപോലെ കൊടുക്കാൻ പോകുന്നത്. വേണം ഇത്ര വേണമെന്നില്ല. ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം അത്രയായിട്ട് നമുക്ക് അതിൽ നമുക്ക് വേണ്ടെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. അത് ഉണ്ടായാൽ നല്ലതാണ്. റിമൂവ് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ഉണ്ടാവില്ല, നേരെ ഇതിലേക്ക് പോകും. ഗ്രീറ്റിംഗ് ഉള്ളത് എപ്പോഴും നല്ലതാണ്, എൻ്റെ അഭിപ്രായം. ഗ്രീറ്റിംഗ് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആവശ്യമുള്ളവർ വായിക്കും. പിന്നെ അതേപോലെ ഈ പറയുന്ന പോലെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മെഷീനൊക്കെ ചിലപ്പോൾ ഇത് റീഡ് ചെയ്യുവാണെങ്കിൽ അതിലുള്ള ഇൻഫർമേഷനൊക്കെ ഫേസ്ബുക്കിൻ്റെ മെഷീനിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ആഡ് ഓപ്റ്റിമൈസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ലൈൻ കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെയാണ് നമ്മുടെ ഫീൽഡ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കസ്റ്റമർ നമ്മുടെ പരസ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫീൽഡാണ് നമുക്ക് വേണ്ടതെന്നാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഇമെയിലും ഫുൾ നെയിമും ഡീഫോൾട്ടായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഞാനവിടെ ഫുൾ നെയിം മുകളിലേക്ക് മാറ്റുകയാണ്, കാരണം ഒരാളുടെ പേരാണല്ലോ നമുക്ക് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെ ആഡ് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഫീൽഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫോൺ നമ്പറും കൂടി സെലക്ട് ചെയ്തു. നമുക്ക് ഫോൺ നമ്പർ ഇമെയിലും ഫുൾ നെയിമും മതിയാവും. ഇപ്പോൾ ഫോൺ നമ്പർ ഞാൻ രണ്ടാമതായിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ലോഡ് ആവുന്ന ഫീൽഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് ഇപ്പോൾ കസ്റ്റമർ രണ്ടാമത് പ്രീ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതേപോലെ നമ്മൾ ലെറ്റ് പീപ്പിൾ നോ ഹൗ ദി ഇൻഫർമേഷൻ they give will be used or shared. അറിയത്തില്ല. അപ്പം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് നമ്മളെങ്ങനെ ഷെയർ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഫേസ്ബുക്ക് പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾ വി വിൽ യൂസ് ദിസ് ഇൻഫർമേഷൻ ടു സെൻഡ് യു വീക്ക്ലി ന്യൂസ് ലെറ്റർ. അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്തിട്ട് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത് കസ്റ്റമറെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. വി വിൽ യൂസ് യുവർ ഇൻഫർമേഷൻ ടു കോൺടാക്ട് യു. വിൽ യൂസ് ദിസ് ഇൻഫർമേഷൻ ടു കോൺടാക്ട് യു ഫോർ ദ റിക്വയർമെൻറ്റ് യു ഹാവ് പോസ്റ്റഡ്. അതായത് ഓരോ റിക്വയർമെൻറ്റിന് വേണ്ടിയാണല്ലോ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നുള്ള രീതിയിലൊരു ഇൻഫർമേഷൻ അവിടെ ആഡ് ചെയ്തതിന് ശേഷം ഞാനൊരു കസ്റ്റം ക്വസ്റ്റ്യനും കൂടി ഇവിടെ കൊടുക്കുകയാണ്. കസ്റ്റം ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പം ഇതൊക്കെ പ്രീഫില്ലായിട്ട് വരുന്നതാണ്. അപ്പം ഈ പ്രീഫില്ലായിട്ട് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ എൻ്റർ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ വന്നു എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു മാനുവൽ ക്വസ്റ്റ്യനും കൂടി ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കസ്റ്റമർ അവർ മാനുവലായിട്ട് ഒരു ഡേറ്റ എൻ്റർ ചെയ്തതിന് ശേഷം അതിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, ഷോർട്ട് ആൻസർ ഉണ്ട്, കണ്ടീഷണൽ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഈ ഫോമിനെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഷോർട്ട് ആൻസർ ആണ് നമുക്ക് വേണ്ടത്. ഷോർട്ട് ആൻസർ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ലൈനിൽ ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇവിടെ ചോദിക്കുന്നത് വാട്സപ്പ് നമ്പർ പ്ലീസ് എൻ്റർ യുവർ
വാട്സപ്പ് നമ്പർ കൊടുത്തു. അതാണ് പ്ലീസ് എൻ്റർ വാട്സപ്പ് നമ്പർ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഇത് ഇവിടെ അവർ മാനുവലി വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോവുള്ളൂ. അപ്പോൾ അവർ അറിയാതെ വന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഈ ഫീൽഡുകളൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ ഗ്രീൻ കാണിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ റെഡ് കാണിക്കും. റെഡ് കാണിച്ച് നമ്മൾ ഫില്ല് ചെയ്ത കറക്റ്റ് അല്ലാതാണ്. ഇപ്പം നെക്സ്റ്റ് പോയതിന് ശേഷം ഇവിടെ പ്രൈവസി പോളിസിയാണ്. ഞാൻ പ്രൈവസി പോളിസി ഓർമിയോൺ .com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഓർമിയോൺ.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഞാൻ പ്രൈവസി പോളിസി ഇട്ടിട്ടുണ്ട്. ON.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രൈവസി പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈവസി പോളിസി ഇടുക. അതല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമായിട്ട് ഒരു പ്രൈവസി പോളിസി ഉണ്ടാക്കിയിട്ട് ഇവിടെ പ്രൈവസി പോളിസി ഉണ്ട്. കസ്റ്റമായിട്ട് നിങ്ങൾ പ്രൈവസി പോളിസി ഉണ്ടാക്കിയിട്ട് അവിടെ ആ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാവും. ഇവിടെ ലിങ്ക് തന്നെ നിർബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ബ്ലോഗറിലോ എവിടെയെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റും. ഞാനിവിടെ ലിങ്ക് ചോദിക്കുന്ന പ്രൈവസി കൊടുക്കുവാണ്. ഇപ്പോൾ പ്രൈവസി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൈവസി പോളിസി എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോകും. ഡിസ്ക്ലൈമർ നമുക്ക് ആവശ്യമില്ല. കഴിഞ്ഞ് എൻഡിങ്, ഇത് കഴിഞ്ഞിട്ട് എൻഡ്. താങ്ക് യു ഓൾ സെറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഓൾറെഡി സബ്മിറ്റ് ചെയ്തതിന് ശേഷം കാണുന്ന ഒരു വിൻഡോ ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കാം. ഇവിടെ ഫേസ്ബുക്ക് തന്നെ ഡീഫാൾട്ട് ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഈ മെസ്സേജ് തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് ഫൈനൽ ആക്ഷൻ വേണമെങ്കിൽ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഗോ ടു വെബ്സൈറ്റ് ഉണ്ട്, വ്യൂ ഫയൽ ഉണ്ട്, കോൾ ബിസിനസ് ഉണ്ട്. ഗോ ടു വെബ്സൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ വ്യൂ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. വ്യൂ ഫയൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പരസ്യം കാണിക്കാനോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഒരു കാറ്റലോഗ് ഡൗൺലോഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇല്ല കോൾ ബിസിനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പം ഞാൻ നമ്മുടെ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വിളിക്കാൻ പറ്റും. ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ 123 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കോൾ നൗ എന്ന് പറഞ്ഞ് നമ്മുടെ ഇതിലേക്ക് വിളിക്കാൻ പറ്റും. വ്യൂ ഫയൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് മീഡിയ എന്ന് നമ്മുടെ ഡൗൺലോഡ്സിലേക്ക് എന്തെങ്കിലും PDF ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൽ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു PDF ഉണ്ട്, ഞാൻ ഈ PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് നമ്മുടെ എന്തെങ്കിലും കാറ്റലോഗോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക. നോർമലി കോൾ ബിസിനസ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാറ്റലോഗ് ഇല്ലാന്നുണ്ടെങ്കിൽ കോൾ ബിസിനസ് കൊടുക്കുക, അല്ലെങ്കിൽ കാറ്റലോഗ് കൊടുക്കുക. കോൾ ബിസിനസ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ഇവിടെ എല്ലാം ഗ്രീൻ ആണ്. ക്രിയേറ്റ് ഫോം കൊടുത്തു. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഡിസ്ക്രിപ്ഷൻ റിക്വയർഡ്. ഡിസ്ക്രിപ്ഷൻ ഓൾറെഡി ഉണ്ടായിരുന്നതാണല്ലോ. ഒരു ഡിസ്ക്രിപ്ഷൻ. താങ്ക് യു ഫോർ യുവർ മെസ്സേജ്. We will get back to you. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ ChatGPT ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്തെടുക്കാം. മോഡിഫൈ ദിസ് സെൻറ്റൻസ് കൊടുത്തിട്ട് ഞാൻ മോഡിഫൈ ചെയ്ത് താങ്ക് യു വെരി മച്ച്, ഗെറ്റ് ബാക്ക് ടു യു ഷോർട്ട്ലി. ഓൾറെഡി നമുക്ക് ഇതിൻ്റെ മുകളിലും താങ്ക് യു ഓൾ സെറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും ഒരു താങ്ക് യു ഷോർട്ട്ലി ആ മെസ്സേജ് ഇവിടെ വന്നു. അതിന് ക്രിയേറ്റ് ഫോം, ഇപ്പം എല്ലാം ഗ്രീൻ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഗ്രീനായി. ക്രിയേറ്റ് ഫോം കൊടുത്ത് ഇവിടെ ഫോം സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് പബ്ലിഷ് ചെയ്താൽ മതിയാവും. ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇവിടെ എന്തോ ഒരു സെറ്റപ്പ് എറർ കാണിക്കുന്നുണ്ട്. ഒരു ആക്സസ് ചിലപ്പോൾ ഫണ്ടില്ലാത്തതിൻ്റെ ആയിരിക്കാം.
ഇതിൽ അൺസപ്പോർട്ടഡ് ആയതുകൊണ്ടാണ് നമുക്കത് പബ്ലിഷ് ആവാത്തത്. നമുക്ക് എല്ലാം കറക്റ്റാണ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. പബ്ലിഷ് ആയാൽ ഈ പരസ്യം റൺ ചെയ്ത് തുടങ്ങും. ഓക്കെ, ഞാനിപ്പോൾ ക്ലോസ് ചെയ്യുവാണ്, ഞാനിത് പബ്ലിഷിങ്ങിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയാണ് ഒരു പരസ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത പരസ്യം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സെറ്റപ്പ് എറർ ഉണ്ട്. ആ ഒരു എറർ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ പരസ്യം റൺ ആയിക്കോളും. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഓഫാണ്. നമ്മൾ ഇപ്പോൾ ക്യാമ്പയിനിൽ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാമ്പയിൻ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ആഡ് സെറ്റ് വന്നു, ഇതിനകത്ത് ആഡ് വന്നു. അപ്പം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആഡ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പുതിയ ആഡ് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റ് കൊടുത്ത് നമുക്ക് മോഡിഫൈ ചെയ്യാം. എഡിറ്റ് വർക്ക് ആവുന്നില്ല, എറർ ആയതുകൊണ്ടായിരിക്കും എഡിറ്റ് വർക്ക് ആകാത്തത്. ഇത് പഴയ ആഡ് ആയതുകൊണ്ടാണ് വർക്ക് ആകാത്തത്. എഡിറ്റ് ഇപ്പോൾ വർക്കായി. എഡിറ്റ് ഇപ്പോൾ എഡിറ്റ് വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എഡിറ്റ് വർക്ക് ആവുന്നുണ്ട്. റീഫ്രഷ് ആവാത്തതുകൊണ്ടാണ്. നമുക്ക് എഡിറ്റ് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് മോഡിഫൈ ചെയ്യാം. നമുക്ക് അതേപോലെ ഓരോ ലെവലിലും നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിപ്പോൾ പെട്ടെന്നൊരു ആഡ് ചെയ്ത് തീർത്തതാണ്. നമുക്ക് ഞാൻ ഓരോ സെക്ഷനെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടി റെഫർ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ആ ഒരു ഫ്ലോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് ഒന്ന് പെട്ടെന്ന് തീർത്തുന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.